ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് വളരെ എഫക്റ്റീവായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ലേണിംഗ് മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇഗ്നോ ഓഫർ ചെയ്യുന്ന MA സൈക്കോളജിയുടെ 2ാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഇന്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് മുകളിൽ കാണാം, MPCE023. അപ്പൊ ഈ അൾട്ടിമേറ്റ് അനാലിസിസ് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിപ്പീറ്റഡ് ആയി വരുന്ന ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, യൂണിറ്റുകൾ, ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി, അതിനോടൊപ്പം തന്നെ പ്രധാനമായിട്ടും ലേൺ വൈസിന്റെ വക ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഉൾപ്പെടുത്തി. അപ്പൊ നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ചോദ്യങ്ങളും പാർട്ടുമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇനി അങ്ങോട്ട് ഈ ഒരു അനാലിസിസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ലേൺ വൈസിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി നമ്മോടൊപ്പം ഉണ്ട്. സോ ഇനി അദ്ദേഹത്തെ കേൾക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, പരീക്ഷയിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഹായ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MPCE023 ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ്. അപ്പം നമുക്ക് ഈ ഒരു പേപ്പറിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, നമ്മൾ ഇൻ്റർവെൻഷൻസ് ആണ് പഠിക്കുന്നത്. കൗൺസിലിങ്ങിനകത്തുള്ള ഡിഫറെൻറ്റ് ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മെത്തേഡ്സ്, തെറാപ്യൂട്ടിക് അപ്രോച്ചുകൾ, ഡിഫറെൻറ്റ് ടെക്നിക്കുകൾ, ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് കൗൺസിലിംഗ് ലൈക്ക് ചൈൽഡ് കൗൺസിലിംഗ്, ഇൻ്റർപേഴ്സണൽ കൗൺസിലിംഗ് തുടങ്ങിയിട്ടുള്ള ഏരിയാസൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. സോ നമുക്കിനി ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് അനാലിസിസിലേക്ക് പോവാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ജനറൽ അനാലിസിസ് ആണ്. അപ്പോൾ ജനറൽ അനാലിസിസിൽ പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിനെ കുറിച്ചാണ്. അപ്പം വർഷങ്ങളായിട്ട് നമുക്കൊരു സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് കിട്ടാറുള്ളത്. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന 3 സെക്ഷൻസ് ആണ്, സെക്ഷൻ A, സെക്ഷൻ B ആൻഡ് സെക്ഷൻ C. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ Aക്കകത്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോങ്ങർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അറൌണ്ട് 450 വേർഡ്സ് നമ്മൾ എഴുതേണ്ട, ആൻസർ ചെയ്തേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഈ ഒരു ലോങ്ങർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്രോഡായിട്ട് നമ്മൾ എഴുതേണ്ട, ആൻസർ ചെയ്തേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ സെക്ഷൻ B ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ടർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് 250 വേർഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ലോങ്ങർ എസ്സേ ടൈപ്പിൽ വന്നിട്ട് 450 വേർഡ്സ് ആണെങ്കിൽ ഇവിടെ 250 വേർഡ്സ് ആണ്. അപ്പം നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനകത്തും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും വേണം. അത്തരത്തിലൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ടർ എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ C ക്വസ്റ്റ്യൻസ് ആണ്. അത് അറൌണ്ട് 100 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഈ ഒരു വെരി ഷോർട്ട് നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു വളരെ പ്രിസൈസ് ആയിട്ട് നമ്മൾ ആൻസേഴ്സ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് സെക്ഷൻ C എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമിലർ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഈ പ്രാവശ്യം നമുക്ക് കണ്ടിട്ടുള്ളത്. സോ അടുത്തത് നമുക്ക് ടോപ്പിക്സിലേക്ക് പോവാം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു കൗൺസിലിങ്ങിനകത്ത് വരുമ്പോൾ ഈ ഒരു ഇൻ്റർവെൻഷൻസും ടെക്നിക്കുകളൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് പറഞ്ഞു പോയിട്ടുള്ള ഈ ഒരു പേപ്പറിനകത്തെന്ന് പറഞ്ഞു. അപ്പം കൗൺസിലിംഗ് ടെക്നിക്കുകൾ, അതേപോലെ തന്നെ ഡിസോർഡേഴ്സ് ലൈക്ക് ADHD, ലേണിംഗ് ഡിസേബിലിറ്റി, അതായത് വേരിയസ് തെറാപ്യൂട്ടിക് അപ്രോച്ചുകൾ, പിന്നെ കൗൺസിലിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ എത്തിക്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളൊരു ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എംഫസിസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്രോച്ചുകളാണ്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മെത്തേഡ്സ് ആണ്. ലൈക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇൻ്റർപേഴ്സണൽ കൗൺസിലിംഗ്, സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ്, അതുപോലെ തന്നെ സൈക്കോ ഡൈനാമിക് അല്ലെങ്കിൽ സൈക്കോ അനാലിറ്റിക് തെറാപ്പി. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത്. സോ ഇത്രയും ടോപ്പിക്സൊക്കെയാണ് മെയിനായിട്ട് കവർ ചെയ്ത് പോയിട്ടുള്ളത്. ദെൻ നമുക്ക് പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിട്ടുള്ളൊരു പാറ്റേൺ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, എന്താണ് റിപ്പീറ്റഡ് ആയി കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്നൊക്കെയുള്ളതാണ് ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് കൂടുതലായിട്ട് മൾട്ടിപ്പിൾ യാസിൽ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നതും ADHD, ലേണിംഗ് ഡിസേബിലിറ്റി, പിന്നെ വേരിയസ് കൗൺസിലിംഗ് ടെക്നിക്ക്, എത്തിക്കൽ ഇഷ്യൂസ് ഇൻ കൗൺസിലിംഗ്, ഈ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ വളരെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പേപ്പറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ തിയററ്റിക്കൽ ആസ്പെക്റ്റ് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പറയുന്നുണ്ട്, ദെൻ ഇതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് അപ്രോച്ചിനെ കുറിച്ചും പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പേപ്പറിനകത്ത്
ഒരുപാട് ടെക്നിക്കുകൾ പഠിച്ചിട്ടുണ്ട്, പിന്നെ തിയറി പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് വരുന്നൊരു പേപ്പറാണ് ഈ ഇൻ്റർവെൻഷൻസ് ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ഇപ്പം നമുക്ക് എല്ലാ ഏരിയാസിനകത്തേക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ അപ്രോച്ചുകൾ കണ്ടിട്ടുണ്ട് ചോദിച്ചതായിട്ട്, അതിൻ്റെ തെറാപ്പികൾ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചോദിച്ചതായിട്ടും കണ്ടിട്ടുണ്ട്. സോ അപ്പോൾ ആ ഒരു ഏരിയയിലെല്ലാം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് സെക്ഷൻ വൈസ് ആയിട്ടുള്ള ഒരു ഫോക്കസിലേക്കാണ്. നമ്മുടെ 3 സെക്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, സെക്ഷൻ എ, സെക്ഷൻ ബി ആൻഡ് സെക്ഷൻ സി. നമ്മൾ 3 ഏരിയാസ് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഈ ഒരു 3 സെക്ഷനിലും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്നുള്ളതാണ്. അപ്പോൾ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചൊരു ബ്രോഡർ ആയിട്ട് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ടോപ്പിക്കാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത്. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പം എന്താണ്, വളരെ സ്പെസിഫിക് ആസ്പെക്ട്സ് കൗൺസിലിംഗ് അല്ലെങ്കിൽ തെറാപ്പിയുടെ ഒരു വെരി സ്പെസിഫിക് ആസ്പെക്ട്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. ദെൻ സെക്ഷൻ സിയിലേക്ക് വരുമ്പം വളരെ കൺസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അതാണ് സെക്ഷൻ വൈസ് ആയിട്ടുള്ളൊരു ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് പോവാം. അപ്പം നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിൽ നോക്കുമ്പോൾ ഒരു 2020 to 2023 വരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വെയിറ്റേജ് അനാലിസിസ് ആണ്. നമുക്ക് 4 ബ്ലോക്കുകളാണ് പഠിക്കാനായിട്ടുള്ളത്. ബ്ലോക്ക് 1 എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് ആൻഡ് മേജർ മൊഡാലിറ്റീസ് എന്ന് പറയുന്നുള്ള ബ്ലോക്ക്. സെക്കൻഡ് 1 കോഗ്നിറ്റീവ് ബിഹേവിയറൽ കൗൺസിലിംഗ്. തേർഡ് 1 അതർ കൗൺസിലിംഗ് ഇൻ്റർവെൻഷൻസ്. ആൻഡ് ഫോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഫ്യൂച്ചർ ഡയറക്ഷൻ. അപ്പോൾ ഈ കൗൺസിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ആ ഒരു ബ്ലോക്ക്. അങ്ങനെ 4 ബ്ലോക്കുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റേജ് പ്രീവിയസ് ഇയറിൽ വന്നതിനെ ബേസ് ചെയ്തിട്ട് ഒരു വെയിറ്റേജ് നോക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന് ഒരു 25% ഓഫ് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദെൻ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ ഒരു 25% വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 ബ്ലോക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്കുകൾ തന്നെയാണെന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ബ്ലോക്ക് 3 എന്ന് പറയുമ്പോൾ ഒരു 12.5%, അതുപോലെ തന്നെ ബ്ലോക്ക് 4 എന്ന് പറയുമ്പോൾ 12.5% ഈ ഒരു വെയിറ്റേജിലാണ് കണ്ടിട്ടുള്ളത്. സോ ആ ഒരു ഏരിയാസ് നമുക്ക് കളയാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് എല്ലാ ബ്ലോക്കുകളും കവർ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റിലെ 2 ബ്ലോക്കാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പോകുന്ന ഒരു യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിലോട്ട്. അപ്പം നമ്മൾ 4 ബ്ലോക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു അടുത്ത് നമ്മൾ യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീവിയസ് ഇയറിലെ ജൂൺ 2020 to ജൂൺ 2023 വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഏതൊക്കെ യൂണിറ്റുകളെയാണ് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇന്റർപേഴ്സണൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. അതിനകത്ത് നിന്നൊരു 12.5% ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ നെക്സ്റ്റ് വരുന്ന കൗൺസിലിംഗ് ചിൽഡ്രൻ. ഈ ചൈൽഡ് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓൾമോസ്റ്റ് എല്ലാ പേപ്പറുകളിലും കാണുന്നതാണ്, ഒരു ക്വസ്റ്റ്യനെങ്കിലും ആ ഒരു ഏരിയയിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അതും നമ്മളൊരു 12.5% കണ്ടിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ്. അപ്പം നമ്മൾ ഇൻ്റർവെൻഷനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ അതും 12.5% ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. ദെൻ സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് ആൻഡ് ഇൻറ്റഗ്രേറ്റീവ് കൗൺസിലിംഗ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പി മെത്തേഡ് അല്ലെങ്കിൽ കൗൺസിലിംഗ് ഏരിയ തന്നെയാണ്. അതും ഒരു 12.5% ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ അടുത്തത് തന്നെ സൈക്കോ ഡൈനാമിക് കപ്പിൾ കൗൺസിലിംഗ്, അത് 10% നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സൈക്കോ ഡൈനാമിക് കപ്പിൾ കൗൺസിലിംഗ് മാത്രമല്ല, സൈക്കോ അനാലിറ്റിക് കൗൺസിലിംഗ് കൂടെ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഈ ഒരു പേപ്പറിനകത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ഇൻ്റർപേഴ്സണൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ചൈൽഡ് കൗൺസിലിംഗ് അതുപോലെ സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗിലൊക്കെ തന്നെയാണ്. സോ എല്ലാ ഏരിയാസും ഒന്ന് കവർ ചെയ്യുക, കൂടുതൽ ഫോക്കസ് ഈ ഏരിയാസിനൊക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ അതാണ് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസിലേക്ക് വരുമ്പോൾ. ദെൻ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ്. നമ്മുടെ ഒരു സിലബസ് നോക്കുമ്പോൾ അല്ലെങ്കിൽ സിലബസിനെ വെച്ച് നോക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോപ്പിക്സ് എന്ന് പറയുന്നത് ചൈൽഡ് കൗൺസിലിങ്ങും പിന്നെ അതുപോലെ തന്നെ വളരെ
നമ്മൾ എന്താണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള ബിഹേവിയറൽ ടെക്നിക്കുകളൊക്കെ തന്നെയാണ് എങ്കിൽ പോലും നമ്മളിവിടെ ഒരു വെയിറ്റേജ് അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് ലേണിംഗ് ഡിസേബിലിറ്റി ഒരു 5%, അതുപോലെ ADHD ഒരു 5%, സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ്, ദെൻ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി, സ്റ്റേജസ് ഇൻ കപ്പിൾ കൗൺസിലിംഗ്, ഈ ഒരു ഏരിയാസ് എല്ലാം തന്നെ ഒരു 5%ഓളം നമ്മൾ ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുള്ളതാണ്. ദെൻ ഓട്ടിസം, ബെക്സ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, RABT മോഡൽ, അതുപോലെ സെൽഫ് മാനേജ്മെന്റ് സ്ട്രാറ്റജി, സെൽഫ് ഇൻസ്ട്രക്ഷൻ ടെക്നിക്കുകൾ, ഇൻ്റഗ്രേഷൻ കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, അതുപോലെ ബേസിക് ഇന്റർപേഴ്സണൽ പ്രോബ്ലം ഏരിയാസ്, ഈ ഒരു ഏരിയാസിനൊക്കെയാണ് നമ്മളൊരു സെക്കൻഡ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. ഒരു 2.5%ഓളം അതിനൊരു വെയിറ്റേജ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ ഈ ഏരിയാസൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ ഒരു 13 ഏരിയാസ് പറഞ്ഞിട്ടുണ്ട്, ടോപ്പിക് വൈസ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക, ഈ ഏരിയാസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് തന്നെയാണ്. അപ്പം നമുക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വർഷം സിമിലർ ആവണം എന്നില്ല. നമ്മുടെ ഒരു സെക്ഷൻ C ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഏത് വേണമെങ്കിലും വരാനായിട്ട് പറ്റും. ചിലപ്പോൾ സെക്ഷൻ Bയിലായിട്ടും വരാം. അപ്പം അതുകൊണ്ട് ഈ ഏരിയാസിലൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഗോ ത്രൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നമുക്കൊന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ലേണിംഗ് ഡിസേബിലിറ്റി ആണ്. ലേണിംഗ് ഡിസേബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ 2 പ്രാവശ്യം വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദെൻ ADHD ആണ്. ADHD എത്രയാണ് 2 times അപ്പിയർ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് വന്നിട്ട് 2 times അപ്പിയർ ചെയ്തത് കണ്ടിട്ടുണ്ട്. ദെൻ ഒബ്ജക്റ്റ് റിലേഷൻ തിയറി അതുപോലെ തന്നെ 2 പ്രാവശ്യം വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ദെൻ സ്റ്റേജസ് ഇൻ കപ്പിൾ കൗൺസിലിംഗ് 2 വർഷം അല്ലെങ്കിൽ 2-3 പേപ്പറിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് സ്റ്റേജസ് ഇൻ കപ്പിൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഏരിയാസൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ ഈ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇതൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തൊക്കെയാണ് ഏരിയാസ്, എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റേജസ് എന്താണ്, ഇതിലൊക്കെ പറയുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക കേട്ടോ. ദെൻ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിയാണ് നമ്മുടെ ഈ വരുന്ന ഒരു എക്സാമിന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് അല്ലെ പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട്, വളരെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലേണിംഗ് ഡിസേബിലിറ്റി ഒഴിവാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഡിസേബിലിറ്റി, അതുപോലെ ADHD, സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ്, ഒബ്ജക്റ്റ് റിലേഷൻ തിയറി, സ്റ്റേജസ് ഇൻ കപ്പിൾ കൗൺസിലിംഗ്, ഇതിൻ്റെ ഒരു ചാൻസസ് എന്ന് പറയുന്നത് 40.29 ആണ്. അപ്പോൾ അത്രയും ഒരു പെർസെൻറ്റേജ് ഓഫ് ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം അത്രയും റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുമുണ്ട്, വളരെ ഇമ്പോർട്ടൻസ് സിലബസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയും ആയതുകൊണ്ടാണ്. സോ അടുത്തതെന്ന് പറയുമ്പോൾ ബേസിക് ഇന്റർപേഴ്സണൽ പ്രോബ്ലം ഏരിയാസ്, ഓട്ടിസം, ബെക്സിൻ്റെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി, സെൽഫ് മാനേജ്മെന്റ് സ്ട്രാറ്റജി, സെൽഫ് ഇൻസ്ട്രക്ഷൻ ടെക്നിക്ക്, ഇൻ്റഗ്രേഷൻ കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ, ഈ ഏരിയാസിനൊക്കെ അതിനെ ഈ ഒരു നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഏരിയാസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏരിയാസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഒരു 7.14% ഇമ്പോർട്ടൻസ് നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്സ് ഒക്കെ മസ്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ പോവാം. സോ ഇനി നമ്മൾ പോകുന്നത് ഒരു കൺക്ലൂസീവ് നോട്ടിലേക്കാണ്. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇന്റർപേഴ്സണൽ കൗൺസിലിംഗ്, അതിലെ കൗൺസിലിംഗ് ചിൽഡ്രൻ, കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ, പിന്നെ ലേണിംഗ് ഡിസേബിലിറ്റി, ADHD, സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ്, ഒബ്ജക്റ്റ് റിലേഷൻ തിയറി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയാസ് ആണ്. അപ്പം നമ്മളിത് മസ്റ്റായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതും, അതുപോലെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റുകൾ എങ്ങനെയാണ്, ഒരു ചൈൽഡ് കൗൺസിലിംഗ് വരുമ്പോൾ അതിൻ്റെ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്, കോഗ്നിറ്റീവ് ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്തൊക്കെ കണ്ടീഷൻസിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്, അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്,
നമ്മുടെ കോർ കൺസെപ്റ്റ്സുകളാണ്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് തിയററ്റിക്കൽ അപ്രോച്ചുകൾ പറയുന്നുണ്ട്. അപ്പം തിയററ്റിക്കൽ അപ്രോച്ച് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക് കൗൺസിലിംഗ്, കോഗ്നിറ്റീവ് തെറാപ്പി, കപ്പിൾ കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള ഏരിയാസിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളും നമ്മൾ മസ്റ്റായിട്ട് നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ്. നമ്മൾ കൗൺസിലിംഗ് പഠിക്കുന്നുണ്ട്, കൗൺസിലിംഗ് ടെക്നിക്കുകൾ പഠിക്കുന്നുണ്ട്, പിന്നെ അപ്രോച്ചുകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ എന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ടും കാണാറുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ സ്പെസിഫിക് ഡിസോർഡേഴ്സിന് എങ്ങനെ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ADHD അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിലിറ്റി പോലെയുള്ള കണ്ടീഷൻസിനെയൊക്കെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു, എന്തൊക്കെ ടെക്നിക്കുകളാണ് യൂസ് ചെയ്യുക, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് കാണാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കേണ്ടതുണ്ട്. അടുത്തതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ടോപ്പിക്കിനകത്ത് തന്നെ നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ലൈക്ക് അപ്പം ADHD, സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ്, ഒബ്ജക്റ്റ് റിലേഷൻ തിയറി എന്നിട്ടൊക്കെയുള്ള ഈ ഒരു ടോപ്പിക്കുകളെല്ലാം തന്നെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയറിൽ, അതുപോലെ തന്നെ അപ്കമിങ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഒരു തിയറി ആൻഡ് പ്രാക്ടീസ് എന്നുള്ളതാണ്. നമ്മുടെ പേപ്പറിനകത്ത് നമ്മൾ തിയറിറ്റിക്കൽ കൺസെപ്റ്റുകളും അതുപോലെ ആപ്ലിക്കേഷൻ ലെവലും വളരെ ബാലൻസ്ഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. സോ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുക, എന്നിട്ട് അതിനെ ആ ഒരു രീതിയിൽ തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അതുപോലെ എന്താണ് ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു കറൻറ്റ് ട്രെൻഡ് എന്താണ് കൗൺസിലിങ്ങിനകത്ത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഒരു കൗൺസിലിംഗ് ഫീൽഡിനകത്ത് നടക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ബിക്കോസ് നമ്മളൊരു 4th ബ്ലോക്കിനകത്ത് കൂടുതലൊരു ഫ്യൂച്ചർ സ്കോപ്പ് ഇൻ കൗൺസിലിംഗ്, അല്ലെങ്കിൽ എന്താണ് കൗൺസിലിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്താണ്, എന്തൊക്കെ ടൈപ്പ് ഓഫ് കൗൺസിലിംഗ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ, ഇമെയിൽ കൗൺസിലിംഗ് ഒക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് കറൻറ്റ് ട്രെൻഡ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളൊരു കംപ്ലീറ്റ് അനാലിസിസിലേക്ക് പോകുമ്പോൾ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നിങ്ങളുടെ എക്സാമിൻ്റെ ഫോമാറ്റിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സെക്ഷൻ Aയിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ impact of learning disabilities on child development and elaborate on the counseling technique that can be employed to support their children. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ, ഇത് കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ പിന്നെ ക്വസ്റ്റ്യൻസിനെ അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും വേണം. ഓക്കെ, ദെൻ അനലൈസ് ദ role of interpersonal counseling in managing relationship issues. Describe its stages with a relevant example. കണ്ടോ, എല്ലാം ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദെൻ ഇവാലുവേറ്റ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് സൊല്യൂഷൻ ഫോക്കസ്ഡ് കൗൺസിലിംഗ് ഇൻ ഡീലിംഗ് വിത്ത് ക്ലയൻറ്റ്സ് സ്പെസിഫിക് പ്രോബ്ലംസ്, പ്രൊവൈഡ് കേസ് എക്സാമ്പിൾസ് ടു സപ്പോർട്ട് യുവർ ഡിസ്കഷൻസ്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻസിനകത്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മുടെ ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ B ക്വസ്റ്റ്യൻ ആണ്. 250 വേർഡ്സിന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ സിംറ്റംസ് ഓഫ് ADHD ആൻഡ് ഡിസ്കസ് ദ കൗൺസിലിംഗ് ഇന്റർവെൻഷൻസ് ദാറ്റ് ക്യാൻ ബി effective in managing this disorder. Then explain the concept of cognitive distortion and its significance in cognitive behavior therapy. Then third question vannitte discuss the principles and application of REBT model in counseling practice. Fourth one, provide an overview of object relation theory and its application in couples counseling. Yeah, then fifth one എന്ന് പറയുമ്പോൾ describe self management strategies and their role in developing cognitive and behavioral skills. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ 5 ക്വസ്റ്റ്യൻ സെക്ഷൻ ബിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ട് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. ദെൻ സെക്ഷൻ C എന്ന് പറയുമ്പം നമുക്ക് 100 വേർഡ്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ദ സ്ട്രാറ്റജീസ് ഇൻ കപ്പിൾ കൗൺസിലിംഗ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ്. 2, explain the concept of eclecticism in counseling and its practical implication.
തേർഡ് വൺ ഡിസ്കസ് ദ ചാലഞ്ചസ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇ കൗൺസിലിംഗ് ഇൻ ദ കറന്റ് സിനാരിയോ. അപ്പോൾ ഇത്രയും മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി സെക്ഷൻ സിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക, എന്നിട്ട് നല്ലപോലെ എക്സാംസ് ചെയ്താൽ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അനാലിസിസിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ ഒന്നുകൂടി പറയാണ്. അപ്പോൾ അതിൽ പരാമർശിച്ചിട്ടുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. വലിയ റിസൾട്ട് നമുക്ക് ഉണ്ടാകാൻ സാധിക്കും. അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സിമിലാരിറ്റി നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം എത്രത്തോളം സിമിലർ ആയിരുന്നു ചോദ്യ പേപ്പറുകൾ എന്നുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്ക് ലേൺവേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി PG വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺവേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ലേൺവേഴ്സിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ നമ്മൾ കോച്ചിങ് നൽകുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് സൈഡിൽ കാണാം. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺവേഴ്സിനെ ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഏത് സമയത്തും നിങ്ങൾക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലേൺവൈസിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് learnwise.co എന്നുള്ളതാണ്. .com അല്ല, CO ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡെഫിനറ്റ്ലി ഡൗൺലോഡ് ചെയ്യുക. ഒരുപാട് ഫ്രീ വീഡിയോ സെഷൻസും സ്റ്റഡി മെറ്റീരിയൽസും അവൈലബിൾ ആണ്. നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. എന്തായാലും ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.